ഇന്ന് ഡിസംബർ 30. ചരിത്രം ചോര കൊണ്ട് ചുവന്ന ദിവസം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ചോര വീണ് ചുവന്ന ദിവസം. കാവുമ്പായി പോരാട്ടത്തിന്റെ സമരത്തിന്റെ 79 വർഷങ്ങൾ പിന്നിടുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്തത്തിനും എതിരായ പോരാട്ടത്തിൽ 5 കമ്മ്യൂണിസ്റ്റ് കർഷക പോരാളികൾ രക്തസാക്ഷികളായ ദിവസം. 1946 ഡിസംബർ 30-നാണ് കാവുമ്പായി സമരക്കുന്ന് ചുവന്നത്. എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ചരിത്രം ചോര കൊണ്ട് ചുവന്ന ദിവസം കൂടിയാണ് ഡിസംബർ 30 എന്ന് പറയുന്നത്. കാവുമ്പായിലെ സമര പോരാളികൾ അവരുടെ രക്തം കൊണ്ട് ഈ നാടിന് വേണ്ടി പോരാടിയ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് നമ്മളിന്ന്. മനു, തീർച്ചയായും നമ്മുടെ നാട് കേരളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയതിന് പിന്നിൽ കാവുമ്പായിയും കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള അന്നത്തെ കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾ തന്നെയാണ്. 1940കളിൽ മലബാറിൽ മുഴുവൻ ആളിപ്പടർന്ന കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ഈ ബാക്കി പത്രമാണ് കേരളം പിന്നീട് ജന്മിത്വം അവസാനിപ്പിക്കുന്നതിലേക്കും അല്ലെങ്കിൽ പിന്നീട് കർഷകർക്കും അതോടൊപ്പം തന്നെ കുടിയെടുപ്പുകാർക്കും എല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലേക്കും നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. 1946 ഡിസംബർ 30-നാണ് കണ്ണൂരിലെ ശ്രീകണ്ഠപുരത്തിനടുത്ത കാവുമ്പായിൽ കർഷക പോരാളികൾ ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനുമെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച് 5 ധീരരായിട്ടുള്ള രക്തസാക്ഷികൾ ഉണ്ടായത്. കരക്കാട്ടിടം നായനാർ എന്ന് പറയുന്ന ജന്മിയുടെ കീഴിലായിരുന്നു ആ പ്രദേശങ്ങളെല്ലാം തന്നെയും. അവിടെ കൊടിയ ചൂഷണമാണ് അവിടെയുള്ള മനുഷ്യർക്ക് നേരിടേണ്ടി വന്നത്. കുടികിടപ്പുകാർക്കും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്കും എല്ലാം തന്നെ കടുത്ത ചൂഷണം. ജന്മിയുടെ ഭാഗത്ത് നിന്നും പൂഴ്ത്തിവെപ്പും അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾക്ക് നേരെയുള്ള പീഡനവും എല്ലാം തന്നെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകർ സംഘടിക്കാൻ തീരുമാനിക്കുകയും ഈ ജന്മിത്വത്തിനും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള പോരാട്ടം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. കരിവള്ളൂരിൽ ധീരമായിട്ടുള്ള പോരാട്ടം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കാവുമ്പായി സമരക്കുന്നിന് മുകളിൽ അവിടെയുള്ള കർഷക പോരാളികൾ സംഘടിക്കുന്നത്. അവിടെയുള്ള വാരിക്കുന്തവും മുളവടികളുമായി കർഷക പോരാളികൾ സംഘടിക്കുകയും ഈ ജന്മിമാരുടെ ഗുണ്ടകൾക്കും അതോടൊപ്പം തന്നെ ജന്മിക്ക് സംരക്ഷണം ഒരുക്കിയിരുന്ന MSPക്കാർക്കെതിരെയുമുള്ള പോരാട്ടമാണ് അവിടെയുള്ള കർഷക പോരാളികൾ ആസൂത്രണം ചെയ്തത്. എന്നാൽ ഇത് ഈ ഒരു കാവുമ്പായി കുന്ന് എന്ന് പറയുന്നത് ഒരു സമതല പ്രദേശവും നടുക്ക് കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട കുന്ന് ആയിട്ടുള്ള പ്രദേശമാണ് കാവുമ്പായി കുന്ന്. അതിനു മുകളിലായിരുന്നു ഈ കർഷക പോരാളികൾ അന്ന് സംഘടിച്ചിരുന്നത്. രാത്രിയോടുകൂടി തന്നെ ഈ MSP പോലീസും അതോടൊപ്പം തന്നെ ഈ ജന്മിയുടെ ഗുണ്ടകളും എല്ലാം ചേർന്ന് കുന്നു വളയുകയായിരുന്നു. തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ MSP പോലീസും ഈ ജന്മിയുടെ ഗുണ്ടകളും കുന്ന് വളയുകയും അവിടെ ഉണ്ടായിരുന്ന കർഷക പോരാളികൾക്ക് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. വാരിക്കുന്തങ്ങളും കയ്യിലുള്ള ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധീരോദാത്തമായ ചെറുത്തുനിൽപ്പാണ് അന്ന് കർഷക പോരാളികൾ നടത്തിയത്. പക്ഷേ നിരവധി കർഷക പോരാളികൾക്ക് ഈ നിറതോക്കിന് മുന്നിൽ വെടിയേറ്റ് വീഴുകയാണ്. അങ്ങനെയാണ് ധീരരായിട്ടുള്ള 5 രക്തസാക്ഷികൾ ഉണ്ടാകുന്നതും കാവുമ്പായി എന്ന് പറയുന്ന ഉജ്ജ്വലമായ ചരിത്രത്തിലെ ഏട് എഴുതപ്പെടുകയും ചെയ്യുന്നത്. അന്ന് ധീരരായിട്ടുള്ള 5 രക്തസാക്ഷികൾ ഉണ്ടായെന്ന് മാത്രമല്ല, ആ വെടിയേറ്റ് വീണവർ നിരവധി പേർ പിന്നീട് അവർക്ക് ജീവിതകാലം മുഴുവൻ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് അവിടെ വലിയ നരനായാട്ടാണ് ദിവസങ്ങളോളം തുടർന്നു പോയത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും സേലം ജയിലിലേക്ക് അടക്കുകയും ചെയ്തു. ഈ അന്ന് അവിടെയുള്ള കർഷക സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള തെങ്ങിൽ അപ്പനമ്പ്യാർ, മഞ്ഞേരി ഗോവിന്ദൻ, പുളുക്കൂൽ കുഞ്ഞിരാമൻ, പി കുമാരൻ ഉൾപ്പെടെയുള്ള ധീരരായിട്ടുള്ള സഖാക്കന്മാർ, ആലോറമ്പൻ കൃഷ്ണൻ ഉൾപ്പെടെ 5 ധീരരായിട്ടുള്ള രക്തസാക്ഷികളാണ് ആ മണ്ണിൽ പിറന്നു വീണത്. അതിനുശേഷവും വലിയ നരനായാട്ട് ആ പ്രദേശത്ത് ജന്മിയുടെ ഗുണ്ടകളും പോലീസും ചേർന്ന് നടത്തുകയുണ്ടായി. അത്തരത്തിൽ ഓരോ ഡിസംബർ 30 കടന്നു പോകുമ്പോഴും കേരളം എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അത് നാടിനു വേണ്ടി നടന്നിട്ടുള്ള കർഷകരുടെ പോരാട്ടമായിരുന്നു, കമ്മ്യൂണിസ്റ്റുകളുടെ പോരാട്ടമായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് നാടിനെ മാറ്റിയെടുക്കുന്നതിനായി ചരിത്രം രചിച്ച ധീരരായിട്ടുള്ള പോരാളികളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ ഡിസംബർ 30 കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ സമരക്കുന്നിൽ, കാവുമ്പായി സമരക്കുന്നിൽ CPIM നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അവിടെ പതാക ഉയർത്തി അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം കാവുമ്പായി സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ചുകൊണ്ട് ചുവപ്പ് വളണ്ടിയർ മാർച്ചും അതോടൊപ്പം തന്നെ ബഹുജന പ്രകടനവും കാവുമ്പായി രക്തസാക്ഷി ദിന അനുസ്മരണ സമ്മേളനവും നടക്കും. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ കണ്ണൂരിലെ മലബാറിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകിയ പിന്നീട് അങ്ങോട്ടേക്ക് കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുന്നതിന്
ദിശാബോധം നൽകിയ സമരം കൂടിയായിരുന്നു കാവുമ്പായി സമരവും കാവുമ്പായി രക്തസാക്ഷിത്വവും. മനു. ശരി, ധീരരക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുകയാണ് നാട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കേരളമുണ്ടല്ലോ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പോരാടിയ മനുഷ്യരുടെ ഓർമ്മകളിലാണ്. അവർ ഒഴുക്കിയ ചോരയുടെയും അവർ കൊണ്ട തല്ലിൻ്റെയും ഒക്കെ ബലത്തിലാണെന്നേ നമ്മൾ ഇന്നിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്, നമ്മളിങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന് ഈ ദിവസമെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ഓർത്തെടുക്കാം. ആ ധീര രക്തസാക്ഷികളുടെ ഓർമ്മകളെ കരുത്താക്കി നമുക്ക് മുന്നോട്ട് പോകാം.